ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മുടി വെട്ടാനായിട്ട് രണ്ടുപേരെയും മുടി ചെറുതായിട്ട് വെട്ടാനായിട്ട് ബ്യൂട്ടി പാർലറിലോട്ട് പോകാനായിട്ടാ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തി. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ചേച്ചി വീട്ടിൽ കൂടെ ഇട്ടേക്കുന്ന ബ്യൂട്ടി പാർലറാണ്. അങ്ങനെ ഇളയോളാണ് ആദ്യം ഇരുന്നത്. ചിപ്പീനെ മുടി വെട്ടാനായിട്ടിരുന്ന് ഒരുപാടൊന്നും ഇങ്ങോട്ട് വെട്ടുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ലെവലാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം അവൾക്ക് ഒരുപാട് വെട്ടിക്കളയാനും ഇഷ്ടമല്ല. മുടി വെട്ടാൻ തന്നെ നിർബന്ധിച്ചൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത് തന്നെ. അപ്പം അതുമല്ല, അവളെ മുടി തന്നെ ചെറിയ നല്ല ചുരുള മുടിയാണ്. അപ്പം നമുക്ക് വേറെ മോഡലൊന്നും വെട്ടാനും പറ്റത്തില്ല. ഇടയ്ക്കൊക്കെ കട്ടൊക്കെ വെട്ടിയിട്ട്, പക്ഷെ അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ചുരുണ്ട് കയറി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് മോഡൽ വെട്ടിയിട്ടാലും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ചേച്ചിയും പറഞ്ഞു, ഒരുപാട് വെട്ടണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ഞറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുമ്പ് ഒന്ന് ലെവലാക്കി കൊടുത്തില്ലെങ്കിലും ശരിയാവത്തില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് നീളം ഒരുപാട് കുറച്ചതുമില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് ഇട്ടതേ ഉള്ളൂ കേട്ടോ. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടോ, ഒരുപാട് കുറയ്ക്കുന്നുണ്ടോ എന്ന് ചേച്ചി പറയുകയും ചെയ്ത്. ഇല്ല, തിരികെ വെട്ടോളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ലെവലൊക്കെ നോക്കി ചേച്ചി നേരെ ലെവലിന് ഇച്ചിരി വെട്ടിയതേ ഉള്ളൂ. കുറച്ച് വെട്ടി. പിന്നെ ഇവിടെ എല്ലാം ചെയ്യും കേട്ടോ. മുടി കട്ടിങ്, പല മോഡൽ കട്ടിങ്, ബട്ടർഫ്ലൈ കട്ടിങ്, അങ്ങനെ എല്ലാം ചെയ്യും. അങ്ങനെ അടുത്തത് മൂത്ത ആളിരുന്ന് കേട്ടോ. അവളത് വെട്ടിക്കഴിഞ്ഞു. അവളത് നല്ല ഉടക്കമുണ്ട്. അവളതും ഇതേ പറയുന്ന സെയിം മുടിയാണ്, ചുരുണ്ട മുടിയാണ്. അങ്ങനെ അവളത് ചേച്ചി നല്ല ഉടക്കൊക്കെ എടുത്തത് ഹീറ്റൊക്കെ ചെയ്തിട്ട് വെട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചി നല്ല ഉടക്കമുണ്ട്. വീട്ടിൽ നിന്ന് നല്ല ഉടക്കം എടുത്താണ് വന്നത്. പക്ഷേ എങ്കിലും പെട്ടെന്ന് ഉടക്കേറുന്ന മുടിയാണ്. അങ്ങനെ ചേച്ചി ഒരുവിധം ഉടക്കൊക്കെ എടുത്ത് വെട്ടാം. അതും ഇതുപോലെ തന്നെ വേറെ മോഡൽ കട്ടിങ്ങൊന്നും വെട്ടുന്നില്ല, ലെവൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ചേച്ചി അങ്ങനെ എടുത്തിട്ട് പോലും കണ്ട പെട്ടെന്ന് ഉടക്ക് കയറും. അങ്ങനെ ചേച്ചി നന്നായിട്ടൊക്കെ ഉടക്കൊക്കെ എടുത്തിട്ട് അതുപോലെ തുമ്പൊന്ന് ലെവലാക്കി കൊടുത്തേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് തുമ്പ് ലെവലാക്കി കൊടുത്തു. അവൾ വീട്ടിൽ വന്നിട്ട് മുടി അതേപോലെ കുളിച്ച് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ മുടി കണക്കാം. അത് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് കൊണ്ട് കുറച്ച് നേരം നൂന്ന് കിടക്കും. അങ്ങനെ വീട്ടിൽ വന്നിട്ടും അങ്ങനെ തന്നെ ഇട്ടേക്കാമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറേ നേരമൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നിട്ട് തലയൊക്കെ കുളിച്ചത് കേട്ടോ. ചേച്ചി ലെവലൊക്കെ വെട്ടി. ഞാനും ഇവിടെ തന്നെയാണ് വരുന്നത്. പെരിയം ത്രെഡ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും മുടി കട്ടിങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഞാനും വരുന്നത്. ചേച്ചി മുടി ഹീറ്റ് ചെയ്യും, സ്ട്രെയിറ്റ്, സ്മൂത്തിങ്, ഫേഷ്യൽ എല്ലാം അങ്ങനെ ചെയ്യും കേട്ടോ. വലിയ റേറ്റൊന്നുമില്ല, റേറ്റൊക്കെ കുറവാണ്. അങ്ങനെ അവളതും മുടി ചേച്ചി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പക്ഷേ മോളത് കയറി ഇറങ്ങിയൊക്കെ കിടക്കുന്ന ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഈ വളർന്നു വരുന്നതനുസരിച്ചല്ലേ അത് ലെവലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നേരെ ലെവലാക്കി. അന്ന് ഒരുപാട് അങ്ങ് കയറിപ്പോവുകയൊക്കെ ചെയ്തായിരുന്നു. കാര്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല കട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ കിടക്കുന്നത്. അപ്പോൾ പിന്നെ നന്നായിട്ട് വളർന്നു വന്ന ശേഷമേ നമുക്ക് ഈ ലെവലായിട്ട് വെട്ടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ലെവൽ ചെയ്തിട്ടേ എടുക്കുകയുള്ളൂ. മോഡൽ വെട്ടാനായിട്ട് നിൽക്കില്ല. കാര്യം വെട്ടിയാൽ അവരെ മുടിയിൽ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ചേച്ചി വെട്ടിയിട്ടൊക്കെ ജസ്റ്റൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലെവൽ ചെയ്തിട്ടൊക്കെ വന്നു. ചേച്ചി പിന്നെ ഇനി എവിടെയെങ്കിലും കയറി കിടക്കുന്നുണ്ടെന്നൊക്കെ നോക്കുകയാണ്. രണ്ടുപേരും മുടിയൊക്കെ വെട്ടി നമ്മൾ പൈസ കൊടുക്കും.